ഇന്ത്യയുടെ ബജറ്റ് ഇത്തവണ പാർലമെന്റിൽ അവതരിപ്പിച്ചത് 1.25 മണിക്കൂർ കൊണ്ടാണ്. കൊച്ചു കേരളത്തിന്റെ ബജറ്റ് അവതരണം 2.5 മണിക്കൂർ നീണ്ടു. ഇരട്ടി സമയം. ചില നികുതികൾ മാത്രമല്ല, സർക്കാരിന്റെ വാർത്താ വിതരണ പ്രചാരണ കാര്യങ്ങൾക്കും കേരള ബജറ്റിൽ തുക വർദ്ധിപ്പിച്ചു. 6 കോടി രൂപ കൂട്ടി 44 കോടി. ഇതിൽ തെളിയുന്ന ഒരു കാര്യമുണ്ട്. സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്നല്ല, ചെയ്യുന്നതിനേക്കാൾ അത് ഉയർത്തിക്കാട്ടാനുള്ള വ്യഗ്രത അത് എത്രത്തോളമാണെന്ന് പ്രകടമാണ്. പ്രധാനപ്പെട്ടത് മാത്രം പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞ് സ്പീക്കർ തന്നെ ഒരു ഘട്ടത്തിൽ ഇടപെട്ടതാണ്. ഈ ബജറ്റിന്റെ ദീർഘവീക്ഷണത്തെക്കുറിച്ച് ഭിന്നമായ കാഴ്ചപ്പാടുകൾ ഉണ്ടാവും. എന്നാൽ ഭരണത്തെ നയിക്കുന്നവരുടെ ദീർഘവീക്ഷണം പ്രത്യേകമായി തെളിഞ്ഞു നിൽക്കുന്നു. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അതുകൊണ്ട് പഞ്ചായത്തുകളെയും നഗരസഭകളെയും കേന്ദ്രീകരിച്ചുള്ള കൊച്ചു കൊച്ചു വികസന പദ്ധതി പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ നിറഞ്ഞു നിൽപ്പുണ്ട്. ഇതിനൊക്കെ വിഹിതവും കൃത്യമായ കർമ്മ പദ്ധതിയും എത്രത്തോളമുണ്ട്? ചോദ്യം ബാക്കിയാണ്. കേന്ദ്രത്തിന്റെ അവഗണനയെ നിശിതമായി വിമർശിക്കുന്നുണ്ട് ബജറ്റിൽ. അത് കേരളത്തിന്റെ പൊതുവായ പരാതിയുമാണ്. കേന്ദ്ര അവഗണനയ്ക്ക് ഊന്നൽ നൽകുമ്പോൾ തന്നെ പണഞ്ഞെരുക്കത്തിന്റെ കഥയുടെ അലകും പിടിയും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒന്ന് മാറ്റിപ്പണിയാൻ ബജറ്റ് പ്രസംഗത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. പണഞ്ഞെരുക്കം കേരളം അതിജീവിച്ചു തുടങ്ങിയെന്നും അത് നാടിന്റെ മുന്നേറ്റമാണെന്നും മന്ത്രി KN ബാലഗോപാൽ വിശദീകരിക്കുന്നു. ശരിക്കും അതിജീവിച്ചു തുടങ്ങിയോ? വ്യവസായവും സംരംഭത്വവും പ്രോത്സാഹിപ്പിക്കുന്ന നയമാണ് സർക്കാരിനുള്ളതെന്ന് സമർത്ഥിക്കാൻ ബജറ്റ് ശ്രമിച്ചിട്ടുണ്ട്. അതിന് തക്ക വിഹിതവും വീക്ഷണവും വേണ്ടത്ര പ്രതിഫലിക്കാൻ പക്ഷേ ബാക്കിയുണ്ട്. ഏതായാലും മുഖ്യമന്ത്രിയുടെ സ്വന്തം ധർമ്മടം ആഗോള ക്ഷീരഗ്രാമമാകാൻ പോവുകയാണ്. ബജറ്റിൽ 133 കോടി രൂപ ഇതിനായി നീക്കിവെച്ചു. ഭൂനികുതി കൂട്ടിയതിലൂടെ മാത്രം സർക്കാർ സമാഹരിക്കുന്നതാകട്ടെ 100 കോടി.